മലയാള സിനിമയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ലാലേട്ടൻ സായ തേങ്കറിനെ വെൽക്കം ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. ഹൃദയപൂർവ്വം സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഉടനെ വരുന്നു. സിനിമയുടെ ടീസറൊക്കെ എഡിറ്റ് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹൃദയപൂർവ്വം സിനിമയെ പറ്റിയും ലാലേട്ടനെ പറ്റിയും അഖിൽ സത്യൻ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രത്തിനു വേണ്ടി ഒരു കഥ എഴുതാൻ അവസരം ലഭിച്ചത് എൻ്റെ ഭാഗ്യമാണ്. അതേസമയം ഞാൻ സർവമായാലും വർക്ക് ചെയ്യുന്നുണ്ട്. ഹൃദയപൂർവ്വത്തിൻ്റെ മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അനൂപും ഹൃദയപൂർവ്വത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 പേരുടെയും ആദ്യത്തെ സഹകരണമാണിത്. ഇതൊരു വലിയ ഡ്രാമയല്ല, മറിച്ച് ലളിതമായ പ്രമേയങ്ങളും ലൈറ്റ് വെയ്റ്റ് മോഹൻലാലുമുള്ള ഒരു സിനിമയാണ്. ഹ്യൂമറും ഇമോഷൻസും നിറഞ്ഞ മികച്ചൊരു ഡ്രാമയാണിത്. ഞങ്ങളിതിനെ തമാശയായി മോഹൻലാലിൻ്റെ പ്രേമലു എന്ന് വിളിക്കാറുണ്ട്. ലാലേട്ടൻ ചിരിക്കുന്നത് കാണാൻ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമാണ്. അവസാന ദിവസം അദ്ദേഹം "അയ്യോ, ഇന്ന് ഷൂട്ട് കഴിഞ്ഞു" എന്ന് ചോദിച്ചു. ഞങ്ങളുടെ കൊളാബറേഷൻ അൺഎക്സ്പെക്റ്റഡായി സംഭവിച്ചതാണ്. എനിക്കൊരു ഐഡിയ ലഭിച്ചു, അത് അച്ഛനുമായി ഡിസ്കസ് ചെയ്തു. തുടർന്ന് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോയി. അനൂപിനും എനിക്കും അതിൽ കുറച്ച് രംഗങ്ങൾ എഴുതാൻ അവസരം ലഭിച്ചു. ഇതൊക്കെയാണ് അനൂപ് സത്യൻ പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത്. ലാലേട്ടൻ്റെ 6-ാം തമ്പുരാൻ 4K റീമാസ്റ്റർ വെർഷനിലൂടെ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്നൊരു പിക്ക് വന്നിട്ടുണ്ട്. ലാലേട്ടനും ഷാജി കൈലാസും സുരേഷ് കുമാറുമാണ് ഈ ഒരു പിക്കിലുള്ളത്. ലാലേട്ടൻ അമൽ നീരദ് പ്രൊജക്റ്റ് ഈ വർഷം ഉണ്ടാവില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഇയറിലേക്ക് സിനിമയുടെ ഷൂട്ടിംഗ് നീട്ടിവെച്ചെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അമൽ നീരദ് ഈ വർഷം സെക്കൻഡ് ഹാഫിൽ നെസ്ലിനെ നായകനാക്കി ചെറിയ സ്കെയിലിൽ ഒരു സിനിമ ചെയ്യാൻ പോകുന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്.